Hello guys, welcome to weekly analysis video. നമ്മൾ എല്ലാ വീക്കിലും ഓരോ വീക്ക് കഴിയുമ്പോഴും നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ ട്രേഡിങ്ങിനെ കുറിച്ചും ഇനി വരാനുള്ള വീക്കിൽ എന്തൊക്കെയാണ് എക്സ്പെക്റ്റേഷൻ എന്നതൊക്കെ ഉള്ള വീഡിയോകൾ കഴിഞ്ഞ 3 വീക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ട്. തീർച്ചയായും ഇത്രയും വീഡിയോകൾ നമ്മൾക്ക് ട്രേഡിങ്ങിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച കാര്യങ്ങളും അടുത്ത ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതും എന്നതും മുൻകൂട്ടി നമുക്കൊരു ഓവർവ്യൂ ഉണ്ടായാൽ നമുക്കത് നമ്മുടെ ട്രേഡിങ്ങിൽ ഒരു എക്സ്ട്രാ പോസിറ്റീവായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് നല്ല ഇൻഫർമേഷനുകൾ ഇതിൽ നിന്ന് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. സോ ആദ്യം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ ആദ്യം തന്നെ നമുക്കൊന്ന് ലാസ്റ്റ് വീക്കിൽ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതെന്ന്. സോ ആദ്യം നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വീക്കിൽ, അതായത് ഈ വീക്കിൻ്റെ അല്ല, അതിന് മുമ്പത്തെ വീക്കിലെ ക്യാൻഡിലിനെയാണ് നമ്മൾ ആദ്യം കഴിഞ്ഞ വീക്കിൽ അനാലിസ് ചെയ്തത്. അതൊരു ബുള്ളിഷ് പിയേഴ്സിങ് ക്യാൻഡിൽ ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ റൗണ്ട് ക്യാൻഡിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ സംസാരിച്ചത്. ഇതൊരു സ്ട്രോങ് റിവേഴ്സൽ പാറ്റേൺ ആണ്. അതായത് ഒരു നല്ലൊരു അപ് ട്രെൻഡ് കഴിഞ്ഞ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ. അതായത് ഒരു കഴിഞ്ഞ വീക്കിൻ്റെ മുമ്പിൽ ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു മാർക്കറ്റിൽ കണ്ടത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ കഴിഞ്ഞ വീക്കിലെ അനാലിസിസ് സംസാരിച്ചത്. സോ അന്നത്തെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ മാർക്കറ്റ് അന്ന് ഓൾ ടൈം ഹൈ ഉണ്ടായിരുന്നത് ഈ ഒരു 22,800 ഇവിടെയാണ് നമ്മുടെ ഓൾ ടൈം ഹൈ അന്ന് ഉണ്ടായിരുന്നത്. സോ നമുക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയൊരു എലക്ഷൻ റിസൾട്ട് വരാനുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ മാർക്കറ്റ് എലക്ഷന് ശേഷം അല്ലെങ്കിൽ എലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യൂ എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. മാർക്കറ്റിൽ എല്ലാവരും അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയായിരുന്നു മുമ്പോട്ട്. കാരണം അതുവരെ മാർക്കറ്റ് ഒരു റേഞ്ച് കൊണ്ടായിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ വീക്കിലുള്ള എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞത് 22,800 എന്നുള്ള ഒരു ലെവൽസ് ആണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മാർക്കറ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റിയിൽ തന്നെ ഏറ്റവും മാജിക് നമ്പറായ 23,000 മാർക്കറ്റ് ടച്ച് ചെയ്തു. മാർക്കറ്റ് ഇപ്പോൾ അതിൻ്റെ കുറച്ച് താഴെയാണ് ക്ലോസ് ആയിട്ടുള്ളത്. എനിവേ നമുക്ക് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. വെരി ബുള്ളിഷാണ് മാർക്കറ്റ്. മാർക്കറ്റ് നോക്കുകയാണ് നല്ലൊരു സ്ട്രോങ് മർബോസ്, അതായത് നല്ലൊരു സ്ട്രോങ് ബൈയിങ് ക്യാൻഡിലാണ് വീക്കിലിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി ഓൾമോസ്റ്റ് പ്രീവിയസ് ക്യാൻഡിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു റെഡ് ക്യാൻഡിലിനെ ഓൾമോസ്റ്റ് എൻഗൾഫ് ചെയ്ത ഒരു രീതിയിലായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അത്ര പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മുടെ വീക്ക്ലി അനാലിസിസ് നമ്മൾ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നിഫ്റ്റിയെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ഈ വീക്കിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. സോ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് തന്നെയാണ് ഈ വീക്കിൽ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റിയത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാൻഡിലിൻ്റെ ആ ഒരു സ്ട്രെങ്ത്, അതും നല്ലൊരു സ്ട്രെങ്ത്തിൽ തന്നെയാണ് ക്ലോസ് ആയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റീൻ്റെ ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ 49,962 ആണ് ഓൾ ടൈം ഹൈ. ഇനി കുറച്ചും കൂടി പോയാൽ ബാങ്ക് നിഫ്റ്റിയും ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് ടെക്നിക്കലി പറയുകയാണെങ്കിൽ മാർക്കറ്റ് സ്ട്രോങ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് മാർക്കറ്റിൽ കഴിഞ്ഞ വീക്ക് സംഭവിച്ചത്. പ്രധാനമായിട്ടുള്ള റീസൺ ആ ഒരു റാലിയാണ്. വൺ ഡേ ഉണ്ടായ ഒരു റാലി, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡിലാണ് മാർക്കറ്റ് ആ ഒരു ദിവസം. നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച, നമ്മൾ കഴിഞ്ഞ വീക്കിൽ അനാലിസിസ് ചെയ്തത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. ആ സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനിൽ അന്നാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം ഒരു 4 ട്രേഡിംഗ് സെഷൻ മാത്രമേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ഒന്നാണ് ഒരു ഭയങ്കര റാലിയിൽ മാർക്കറ്റ് ഓൾ ടൈം ആയൊക്കെ ക്രോസ് ചെയ്തിട്ട്
മാർക്കറ്റ് ക്ലോസ് ആയത്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ RBI ഒരു 2.1 lakh crore ഗവൺമെൻറ്റിന് ഡിവിഡൻ്റ് ആയിട്ട് പേ ഔട്ട് നൽകിയിട്ടുണ്ട്. അത് മാർക്കറ്റിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, എല്ലാ ഇയറിലും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വർഷത്തിന് പ്രത്യേകം മാർക്കറ്റ് ഗവൺമെൻറ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഡബിൾ ആയിട്ടാണ് RBI ആ ഒരു എമൗണ്ട് പേ ഔട്ട് ആയത്. അത് ഒരു വലിയൊരു റീസൺ ആയിട്ടാണ് അന്ന് മാർക്കറ്റിൽ കാണിച്ചത്. അതുമാത്രമല്ല ആ ഒരു ദിവസം തന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് FIA കണ്ടിന്യൂസ് ആയിട്ട് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ബൈ ചെയ്യുന്നതാണെങ്കിൽ തന്നെ വളരെ കുറച്ച് ചില ദിവസങ്ങൾ മാത്രം ബൈയിങ് മാത്രമേ കാണിച്ചുള്ളൂ. പക്ഷെ നല്ലൊരു ഹെവി സെല്ലിങ് അവർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. DIA അതിനനുസരിച്ച് വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആ ഒരു എക്സ്പയറി ഡേയിൽ മാർക്കറ്റ് ബുള്ളിഷാണ്. ആ ദിവസം FIA നല്ലൊരു എമൗണ്ട് 4500 സംതിങ്ങിൻ്റെ കോടിയുടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. സോ ഇത് രണ്ടും, അതായത് RBIയുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റും FIA അന്ന് തന്നെ നല്ലൊരു ഹെവി ബൈയിങ് നടത്തിയതും മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ് കൊണ്ടുവന്നതെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അതാണ് ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് നമുക്ക് കാണാനുള്ളത്. പിന്നെ ഈ ഒരു വീക്കിൽ നോക്കുകയാണെങ്കിൽ FIA ബൈയിങ്ങിലാണ് ഈ വീക്കിൽ. ഈ ഒരു 4 ദിവസം മാത്രമേ ട്രേഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കി 3 ഡേയ്സും FIA സെല്ലിങ് തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു ദിവസം, അതായത് നിഫ്റ്റി നല്ലൊരു റാലി നടത്തി അന്ന് 4000 സംതിങ്ങിൻ്റെ ബൈയിങ് FIA നടത്തിയത് കൊണ്ട് തന്നെ FIA ബൈയിങ് ഈ വീക്കിൽ പോസിറ്റീവാണ്. ചെറിയൊരു എമൗണ്ട്, അതായത് 1166 പോസിറ്റീവായിട്ടാണ് അവർ ബൈയിങ് സൈഡ് തന്നെയാണ് ഈ വീക്ക് ഉള്ളത്. സോ DIA നോക്കുകയാണെങ്കിൽ 6975 DIA വാങ്ങിയിട്ടുണ്ട്. സോ ഇതാണ് മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ വീക്കിലും നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത് തന്നെ മാർക്കറ്റ് ഒരു വലിയൊരു ഇലക്ഷൻ റിസൾട്ടിനെ വെയിറ്റ് ചെയ്യാണ്. സോ നമുക്ക് എന്തായാലും നോക്കാനുള്ള മാർക്കറ്റ് ഏറ്റവും വലിയ കാര്യം 23,000ൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ്പ് ട്രെൻഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൽ നെക്സ്റ്റ് വരാനുള്ള 23,500 മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ 23,000 മാർക്കറ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ക്ലോസിംഗ് ബേസ് നോക്കുകയാണെങ്കിൽ 22,957 മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ 23,000 എന്ന ഒരു മാജിക് നമ്പർ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു അപ്പ് ട്രെൻഡ് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി അതല്ല, മാർക്കറ്റ് 23,000 ക്രോസ് ചെയ്യാതെ അതിൻ്റെ താഴെയാണ് വരുന്നതെങ്കിൽ നമുക്കൊരു റേഞ്ച് 22,800 അല്ലെങ്കിൽ 22,500 വരെ നോക്കാം. 22,500 ഒരു സപ്പോർട്ടായിട്ട്, സ്ട്രോങ് സപ്പോർട്ടായിട്ട് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു റേഞ്ച് നോക്കിയിട്ട് നമുക്ക് ട്രേഡിങ് നോക്കാം. കാരണം മാർക്കറ്റിൽ ഇനി ഏറ്റവും ബെസ്റ്റ്, മാർക്കറ്റ് ഇനി ഒരു റിവേഴ്സൽ പാറ്റേൺ കാണിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു റിക്കവറി ഒക്കെ വന്ന് താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്ട്രോങ് സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ അവിടുന്ന് ബൈ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. കാരണം മാർക്കറ്റ് വലിയൊരു താഴേക്കുള്ള ഒരു വീഴ്ച നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ. പക്ഷേ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആ സമയത്തെ പറയാൻ പറ്റും. പക്ഷെ അതുവരെ ഇത്രയും ബുള്ളിഷായിട്ട് മാർക്കറ്റ് എന്തായിട്ടും ക്ലോസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡൗണിലേക്ക് മാർക്കറ്റ് പോകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒരു 22,500 വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഒരു കറക്ഷൻ വരികയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല നല്ല സപ്പോർട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റിൽ ബൈയിങ് സൈഡ് പോകാനുള്ള ഒരു പോസിബിലിറ്റി തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ കാണിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഈ വീക്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.